സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. PSC 2024 ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും. അറിവ് പങ്കിടാം, സ്വപ്ന ജോലിയിലേക്കൊരു വഴികാട്ടിയായി. താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ. വികാസം അനുസ്യൂതമാണ്. ബി. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. സി. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഡി. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. ഉത്തരം വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഇക്കോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? എ. പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ബി. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. സി. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഉത്തരം എ. പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക്, പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? എ. റോഷ മഷിയൊപ്പ് പരീക്ഷ. ബി. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. സി. മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി. ഡി. പദ സഹചരത്വ പരീക്ഷ. ഉത്തരം സി. മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി. എറിക്സണിന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമനുസരിച്ച് 6 വയസ്സു മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? 1. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും. 2. സ്വാവബോധം. 3. അപകർഷത. 4. റോൾ സംശയങ്ങൾ. എ 1-3, ബി 2-4, സി 1-4, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ 1-3. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷത. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ? 1. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകങ്ങൾ, ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരം തിരിച്ചിരിക്കുന്നു. കാൾ റാൻസൺ റോജേഴ്സ്. 2. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസംതുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ട്. 3. ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട്. അബ്രഹാം മാസ്ലോ. 4. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. എ 1-4,
ബി 2, 4, സി 3, 4, ഡി 2, 3. ഉത്തരം ബി 2, 4. താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. സമായോജന തന്ത്രം. ഉദാഹരണം: 1. യുക്തീകരണം. എ. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. 2. താദാത്മീകരണം. ബി. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. 3. അനുപൂരണം. സി. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. 4. പശ്ചാത്ഗമനം. ഡി. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. എ 1 സി 2 ഡി 3 എ 4 ബി. ബി 1 സി 2 എ 3 ബി 4 ഡി. സി 1 സി 2 എ 3 ഡി 4 ബി. ഡി 1 ഡി 2 എ 3 ബി 4 സി. ഉത്തരം സി 1 സി 2 എ 3 ഡി 4 ബി. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നതെന്ത്? എ. ചോദക വിവേചനം. ബി. അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം. സി. വിളംബിത അനുബന്ധിത പ്രതികരണം. ഡി. ചോദക സാമാന്യവത്കരണം. ഉത്തരം ഡി. ചോദക സാമാന്യവത്കരണം. ചേരുംപടി ചേർക്കുക. പ്രശ്നപേടകത്തിലെ പൂച്ച. ബോബോ പാവ പരീക്ഷണം. സുൽത്താൻ എന്നു പേരുള്ള ചിമ്പാൻസി. ഹെയ്ൻസ് ഡിലെമ്മ. എ. നിരീക്ഷണ പഠന സിദ്ധാന്തം. ബി. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. സി. ശ്രമപരാജയ പഠന രീതി. ഡി. സാൻമാർഗിക വികാസം. എ 1 എ 2 സി 3 ബി 4 ഡി. ബി 1 ബി 2 സി 3 ഡി 4 എ. സി 1 സി 2 എ 3 ഡി 4 ബി. ഡി 1 സി 2 എ 3 ബി 4 ഡി. ഉത്തരം ഡി 1 സി 2 എ 3 ബി 4 ഡി. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവർ, എറ്റീൻ വെംഗർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏത്? എ. അനുഭവാധിഷ്ഠിത പഠനം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ബി. സിറ്റുവേറ്റഡ് ലേണിംഗ്. സി. സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്. ഡി. പ്രശ്നാധിഷ്ഠിത പഠനം പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഉത്തരം ബി. സിറ്റുവേറ്റഡ് ലേണിംഗ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത്? എ. ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച്. ബി. പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്. സി.
ലേണർ ഓട്ടോണമി. ഡി. കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി. ഉത്തരം ബി. പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾപ്പിക്കാം.